നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 2025 നടക്കാൻ പോകുന്ന മെയിൻ ഡിഗ്രി ലെവൽ എക്സാം ആയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടോ എന്നുള്ളതാണ് ഒരുപാട് പേര് ചോദിക്കുന്നത്. അത് എങ്ങനെയായിരിക്കും അതിന്റെ എക്സാം? അപ്പൊ നമ്മൾ ഇതിന്റെ പാറ്റേൺ ഒക്കെ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അടുത്ത് എന്താ നോട്ടിഫിക്കേഷനും ക്ലാസ്സുകളും ടോപ്പിക് വൈസ് ക്ലാസ്സുകളൊക്കെ നമ്മൾ തരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവാണ്. അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ നവംബർ ഡിസംബറിൽ പ്രതീക്ഷിക്കാം. അതിന്റെ പ്രിലിംസ് ഏപ്രിലിൽ പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 4-5 മാസം കഴിഞ്ഞിട്ടായിരിക്കും മെയിൻസും വരിക. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് അതിൽ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടോ എന്നാണ്. പ്രിലിംസിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. പ്രിലിംസിന് നമ്മൾ പറഞ്ഞതുപോലെ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. സാധാരണ കോമൺ ഡിഗ്രി ലെവൽ സിലബസ് വെച്ചിട്ട് നമ്മൾ അത് കവർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് മെയിൻസിൽ വരുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം KAS-നൊക്കെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, വേറെ പേപ്പർ ആയിട്ടൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ അതുപോലെ ഇപ്പോൾ LSGS കഴിഞ്ഞു. അപ്പൊ LSGS-ന്റെ പ്രിലിംസ് നമ്മുടെ അതേ സാധാരണ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാം പോലെ തന്നെ ആ സിലബസിലായിരുന്നു അതിന്റെ പ്രിലിംസ് കഴിഞ്ഞത്. പ്രിലിംസ് കഴിഞ്ഞു, റിസൾട്ട് വന്നു. മെയിൻസ് ഇനി നവംബർ 9-നാണ് നടക്കാൻ പോകുന്നത്. ആ മെയിൻസിൽ PSC എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അതിൽ 2 പേപ്പർ ആക്കി കഴിഞ്ഞു. ഒരു പേപ്പർ സാധാരണ പോലത്തെ സബ്ജക്ട് വൈസ് നമ്മളെ സാധാരണ പഠിക്കുന്നത് തന്നെയാണ് മെയിൻസിന്റെ സബ്ജക്ട്. രണ്ടാമത്തെ പേപ്പർ മൊത്തത്തിൽ എന്താക്കി കഴിഞ്ഞു, സ്പെഷ്യൽ ടോപ്പിക്, അതിൽ സുപ്രധാന നിയമങ്ങൾ, ആക്ട്, സിവിക്സ് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അവർ ഉൾപ്പെടുത്തി. അപ്പൊ നിങ്ങൾ കണ്ടു കാണും, അതിന്റെ സിലബസ് കണ്ടു കാണും. അതിൽ ഒരുപാട് കാര്യങ്ങൾ, ആക്ട് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ആയിരിക്കുമോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും എന്നാണ് ഒരുപാട് പേര് ചോദിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് ആണ്. അപ്പൊ ആ മെയിൻസിനും ഇതുപോലെയാണോ അവർ എക്സാം ആക്കുന്നത്? അതിന് ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കുമോ പേപ്പർ? ഇതുപോലെ 2 പേപ്പർ ഉണ്ടാവുമോ മെയിൻസിന് എന്നൊക്കെ ചോദ്യം. അപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് അങ്ങനെ ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. കാരണം നമ്മുടെ LSGS എന്ന് പറയുന്നത് ഒരു ഗസറ്റഡ് ഓഫീസർ പോസ്റ്റ് ആണ്. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. അത് ഇതുവരെ അത് നടത്തിയിട്ടില്ല. LSGS ആദ്യമായിട്ടാണ് പ്രിലിംസും മെയിൻസും നടത്തുന്നത്. അല്ലെങ്കിൽ സാധാരണ ഒറ്റ എക്സാം ആയിട്ടാണ് നടത്തുന്നത്. അതിന് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ ഉണ്ടായിരുന്നു. ഒറ്റ എക്സാം, പഞ്ചായത്ത് സെക്രട്ടറി അങ്ങനെയൊക്കെയാണ് വിളിക്കുക. അപ്പൊ അങ്ങനെയായിരുന്നു എക്സാം. അപ്പൊ ഇപ്പൊ ആദ്യമായിട്ടാണ് പ്രിലിംസും മെയിൻസും ആയിട്ട് LSGS നടത്തുന്നത്. അപ്പൊ അതിനാണ് ഇവർ ഈ 2 പേപ്പർ ആയിട്ട് വെച്ചത്. പക്ഷെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആദ്യമായിട്ടല്ല പ്രിലിംസും മെയിൻസും നടക്കുന്നത്, മുന്നേ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിലെന്തായിരുന്നു മെയിൻസ് അത് മാത്രമായിരുന്നു. കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ട്. അപ്പൊ ആ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഏതാണെന്നുള്ളത് നമുക്ക് ഇപ്പൊ ഉള്ള സിലബസ് വെച്ചിട്ട് നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന്. ഇനി ഒരു നോട്ടിഫിക്കേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റം ആഡ് ചെയ്യുകയോ എന്തെങ്കിലും കുറച്ച് കൂട്ടുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതുകൂടെ നമുക്ക് പഠിക്കേണ്ടി വരുന്നതായിരിക്കും. അല്ലാതെ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് പ്രത്യേകിച്ച് ഈ LSGS മെയിൻസ് പോലെ ഉണ്ടാവില്ല. സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ കുറച്ച് സിവിക്സ് വരും കേട്ടോ. സിവിക്സ് വരും, മാത്രമല്ല ആക്ടുകള്, നമ്മുടെ പ്രൊഹിബിഷൻ ആക്ട്, വുമൻസ് ആക്ട്, അങ്ങനെ മനുഷ്യാവകാശം, കുറച്ച് ആക്ടുകൾ അധികം വരും. കുറച്ച് നന്നായിട്ട് തന്നെ അത് പഠിക്കണം. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഉറപ്പായിട്ടും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് തന്നെ പ്രതീക്ഷിക്കാം. സിവിക്സ് കുറച്ച് വരും. പിന്നെ കുറച്ച് ആക്ടുകൾ അധികം പഠിച്ചു വെക്കേണ്ടതായിട്ട് വരും. പിന്നെ നമ്മുടെ ഈ പ്രിലിംസിന്റെ അതേ സിലബസിന്റെ കുറച്ച് ഡീപ്പായിട്ട് ആയിരിക്കും പഠിക്കേണ്ടത്. മാത്സും ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഉണ്ട്, പക്ഷെ കുറച്ചുകൂടി നന്നായിട്ട് നമ്മൾ പ്രിലിംസിന് എഴുതിയതിനേക്കാളും കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ ബാക്കി GK പോർഷൻസും കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കേണ്ടി വരും. സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടാവുന്നതായിരിക്കും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ഉണ്ടാവാൻ ഒരു ചാൻസ് ഇല്ല. സാധാരണ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയത് പോലുള്ള മെയിൻസ് തന്നെ ആയിരിക്കും. സുപ്രധാന നിയമങ്ങളും സിവിക്സും ഒക്കെ കുറച്ച് വരുന്നുണ്ട് എന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഇനി ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാനോ അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സിലബസും കാര്യങ്ങളായിട്ട് പഠിച്ച് സ്റ്റഡി പ്ലാനോടുകൂടി പഠിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ചർ ആപ്പിന്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പൊ നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ ഹോം പേജ് എടുക്കുമ്പോൾ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു സ്ക്രീൻ കാർഡ് വരും. അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് NCERT, SCERT വീഡിയോ ക്ലാസ് ഉണ്ടാവും. എല്ലാം SCERT, NCERT ബേസ്ഡ് ആണ് പോകുന്നത്. നല്ല ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പം വിത്ത് മെന്റർഷിപ്പോട് കൂടിയ ക്ലാസ്സുകളാണ് അതിൽ നിങ്ങൾക്ക് പോകുന്നത്. അപ്പം ഡെയിലി എക്സാം
എക്സാംസ് ഉണ്ടാവും, ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, മന്ത്ലി എക്സാംസ് ഉണ്ടാവും, ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. അപ്പൊ കറണ്ട് അഫയേഴ്സ് ഈ ഡിഗ്രി എക്സാംസിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അത് മാത്രമല്ലാതെ PDF നിങ്ങൾക്ക് ക്ലാസ്, ലൈവ് ക്ലാസ് അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ PDF കിട്ടും. അത് മാത്രമല്ല നിങ്ങൾക്ക് മെന്റർഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ പറ്റും. പിന്നെ ഡെയിലി ക്വിസ് ഉണ്ട്, നിങ്ങൾക്ക് ഡെയിലി ക്വിസ് ചെയ്യാം. ടോപ്പിക് വൈസ് എക്സാം ഉണ്ട്, അത് ചെയ്യാം. അപ്പൊ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് സിലബസ് ഫുൾ കംപ്ലീറ്റ് കവർ ചെയ്ത് പോകാൻ പറ്റും. നിങ്ങൾക്ക് അത് എന്താണ് പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസിന് അടുത്തതായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് അതിൽ കയറാൻ പറ്റും. കാരണം നമ്മൾ പ്രിലിംസും മെയിൻസും സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയാണ് പഠിപ്പിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നുള്ളവർ ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. എക്സാമിന് എത്താറായി, നിങ്ങൾക്കറിയാം നവംബർ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ, പിന്നെ ഒരു 6 മാസം മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ നിങ്ങൾ അത്യാവശ്യം നല്ല ഒരു എക്സാം ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ്. സോ അതുകൊണ്ട് എല്ലാവരും പഠിക്കുക. താങ്ക് യു.